വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സന്ധ്യയോട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് സുസ്മിത. അന്നേരം സന്ധ്യ പറയുന്നുണ്ട്, നിന്നേക്കാൾ മിടുക്കിയായ ഒരു ഗജ ഫ്രോഡാണ് ഈ കളിക്ക് പിന്നിൽ രോഹിത് വിവാഹം കഴിക്കാൻ പോകുന്ന സുസ്മിത എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിത സന്ധ്യയുടെ വായി പൊത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടിയൊന്ന് പതുക്കെ പറ, ചുവരുകൾക്ക് പോലും കാതുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഈ സുസ്മിത ഇറക്കിയത് തന്നെയാണ് ഈ സന്ധ്യ എന്ന് നമുക്കവിടെ മനസ്സിലാവുകയാണ്. തുടർന്ന് സന്ധ്യ പറയുന്നുണ്ട്, പക്ഷേ തെളിവൊക്കെ കാണിക്കാനായിട്ടല്ലേ നിന്റെ സത്യാമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ തെളിവിനൊക്കെ ഞാൻ എവിടെ പോവും? ഇവിടെ നിന്ന് പെട്ടെന്നങ്ങ് മുങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ സന്ധ്യ പറയുകയാണ്. അന്നേരം നീ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കൂടിക്കാഴ്ച വളരെ അപകടം പിടിച്ചതാണെങ്കിലും ഞാൻ നിന്നെ കാണണം എന്ന് പറഞ്ഞത്. തെളിവൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ ഐഡിയ സുസ്മിത സന്ധ്യയോട് പറയുകയാണ്. അന്നേരം ഐഡിയ അത് സംസാരം കേൾപ്പിക്കുന്നില്ല. തുടർന്ന് അത് കേട്ട് കഴിഞ്ഞ ശേഷം സന്ധ്യ പറയുന്നുണ്ട്, നിന്റെ തല സമ്മതിക്കണം, അപാര ബുദ്ധി തന്നെ എന്നൊക്കെ. എന്നിട്ട് വീണ്ടും സന്ധ്യ പറയുകയാണ്, പക്ഷേ തെളിവുകളൊക്കെ ഹാജരാക്കുമ്പോൾ സത്യാമ്മ എന്നെ രോഹിത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലേ? ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ലടി എന്ന് സന്ധ്യ ഇങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, പിന്നെ നീ താലി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ വിശ്വസിക്കുന്ന ഒരു ഭാരത സ്ത്രീയൊക്കെ എന്നാണ് ആയത്? താലി എന്ന് പറയുന്നത് നമ്മൾക്ക് അണിയുന്ന ഒരു ആഭരണം മാത്രമാണ്. ഈ വളയും മാലയും ഒക്കെ ഇടുന്നില്ലേ, അതുപോലെ അങ്ങ് കരുതിയാൽ മതി. നീ അതിന് വലിയ വിലയൊന്നും കൽപ്പിക്കണ്ട. നിന്നെ ഈ നാട്ടിൽ ആർക്കും അറിയത്തൊന്നുമില്ലല്ലോ. ആ കല്യാണം കഴിഞ്ഞ ശേഷം ആ കെട്ടിയ താലിയും പൊട്ടിച്ചെറിഞ്ഞ് നീ എങ്ങോട്ടെങ്കിലും അങ്ങ് പോയി കഴിഞ്ഞാൽ മതി. പിന്നെ നീവൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് അവൻ നിന്നെ? ഇത്രയും നാളും അവൻ ഒരു താലിയുമായിട്ട് പ്രേമിച്ച സുസ്മിതയെ തിരക്കി നടന്നു. ഇനിയിപ്പോൾ ആ പൊട്ടിച്ചെറിഞ്ഞ താലിയുമായിട്ട് കെട്ടിയ സുസ്മിതയും തിരക്കി അവൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് തങ്ങളുടെ പ്ലാൻ വിജയിക്കും എന്നുള്ള മട്ടിൽ സുസ്മിതയും സന്ധ്യയിൽ നിന്നങ്ങ് ആഘോഷിച്ച് ചിരിക്കുകയാണ് അവിടെ നിന്ന്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ വിവാഹ മണ്ഡപമാണ്. അവിടെ എല്ലാവരും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. രമണൻ പിള്ളയും കമലനും രാഘവൻ നായരും ഒക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ ഒരുങ്ങി റെഡിയായി വരികയാണ്. സത്യഭാമയും സരളയും ഒക്കെ അണിഞ്ഞൊരുങ്ങി വരികയാണ്. അങ്ങനെ തിരുമേനി പൂജകളൊക്കെ ചെയ്ത ശേഷം ഇനി വധൂവരന്മാരെ വിളിക്കാം എന്ന് പറയുമ്പോൾ അമ്മ വിളിക്ക് എന്ന് വിഷ്ണു സത്യഭാമയോട് പറയുകയാണ്. തുടർന്ന് സരളയെ സുസ്മിതയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഭാമ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് മണ്ഡപത്തിലേക്ക് വിഷ്ണുവും ഭാമയും പത്മാവതിയും എല്ലാവരും കൂടി കയറുകയാണ്. ശാലിനിയും പ്രീതിയും കയറുന്നില്ല, അവർ താഴെ നിൽക്കുകയാണ്. ഇതേസമയം റൂമിൽ സുസ്മിത റെഡിയായിട്ടിരിക്കുകയാണ്. അന്നേരം കൂട്ടുകാരികൾ റെഡി സമയമായി എന്ന് പറയുമ്പോൾ നടക്കാത്ത വിവാഹത്തെ പറ്റി നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? ഇത് 3ാമത്തെ തവണയല്ലേ നീ ഒരുങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. 2 തവണയും നീ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇത് നീ ആയിട്ട് തന്നെ മുടക്കുന്നു എന്ന് കൂട്ടുകാരികൾ പറയുമ്പോൾ എൻ്റെ ടാർഗറ്റ് വിഷ്ണുവേട്ടനാണ് എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം എടി അതിന് ശാലിനി നിൽക്കുകയല്ലേ എന്ന് അവർ ചോദിക്കുകയാണ്. അന്നേരം അവൾ അവിടെ തന്നെ നിന്നോട്ടെ. ഈ സുസ്മിതയുടെ 3ാം കണ്ണ് തുറന്നാൽ അവൾ എരിഞ്ഞങ്ങ് തീരാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, വിഷ്ണുവേട്ടൻ്റെയും ശാലിനിയുടെയും ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ അങ്ങനെ ഒരു സംഭവം നടക്കൂന്ന് അവൾ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ് അവൾ എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോളെയെന്നും പറഞ്ഞ് വിളിച്ച് സരള അങ്ങോട്ട് വരുന്നത്. താഴേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് സരള പറയുമ്പോൾ അമ്മയുടെ മുഖം എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പയ്യനെ പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ലല്ലോ എന്ന് സരള ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. രോഹിത് നല്ല പയ്യനാണ്. സുസ്മിത ചിലപ്പോൾ രോഹിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടാകും, പക്ഷേ രോഹിത് തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടെന്നോ ഈ കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് അവിടെ സരളയുടെ മുമ്പിലങ്ങ് സന്തോഷം അഭിനയിക്കുമ്പോൾ കൂട്ടുകാരികൾ പരസ്പരം നോക്കുകയാണ്. തുടർന്ന് സുസ്മിതയും കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് സരള എത്തുകയാണ്. അങ്ങനെ സരള കൊണ്ടുവരുമ്പോൾ വളരെ സന്തോഷത്തിൽ ചിരിച്ചാണ് സുസ്മിത നടന്നു വരുന്നത്. അന്നേരം വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്, ഇവളുടെ മുഖം എന്താ ഇത്രയും തെളിഞ്ഞിരിക്കുന്നതെന്ന്. അന്നേരം ശാലിനി പതിയെ പറയുകയാണ്, അവൾ ചിരിച്ചാൽ അതിന് പിന്നിൽ കുറേ കഥകൾ ഉണ്ടെന്നാണ്. അന്നേരം നമുക്ക് കാണാം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് മണ്ഡപത്തിലേക്ക് ഭാമ സുസ്മിതയെ പിടിച്ചു കയറ്റുകയാണ്. തുടർന്ന് സത്യഭാമയുടെയും സരളയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുകയാണ് സുസ്മിത. എന്നിട്ട് രാഘവൻ നായരെ ഇങ്ങനെ നോക്കിയിട്ട് അടുത്തേക്ക് ചെന്ന് കാലിൽ തൊടുകയാണ്, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് സുസ്മിത, എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ തലയിൽ കൈവയ്ക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയുടെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിരി അടക്കാനായിട്ട് പറ്റുന്നില്ല ശാലിനിക്കും വിഷ്ണുവിനും പിന്നെ പ്രീതിക്കുമൊക്കെ. തുടർന്ന് പത്മാവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് സുസ്മിത അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പത്മാവതി അമ്മ ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ തന്നെ നോക്കുകയാണ്.
തുടർന്ന് പത്മാവതിയമ്മയുടെ കാല് പിടിച്ച ശേഷം സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം മാത്രമാണ്. എന്നെ പന്ത് തട്ടി കളിക്കാനായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മകനോ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എഴുന്നേൽക്ക് മോളെ എന്നും പറഞ്ഞ് പത്മാവതിയമ്മ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ വരൂന്ന്. അന്നേരം സുസ്മിത വീണ്ടും മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ അനുഗ്രഹമല്ല ശാപവാക്കാണല്ലേ എന്ന്. അന്നേരം ഇതൊരു തുടക്കം മാത്രമാടി എന്ന് പത്മാവതിയമ്മ മനസ്സിൽ കരുതുകയാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ തിരിച്ച് മറുപടിയായിട്ട് സുസ്മിതയും കരുതുന്നുണ്ട്. തുടർന്ന് ആകെ സന്തോഷത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയും ശാലിനിയെയും പ്രീതിയെയും രാഘവൻ നായരെയും ഒക്കെ നോക്കിയിട്ട് സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എല്ലാവരും കൂടി എന്നെ ചക്രവ്യൂഹത്തിലാക്കിയല്ലേ, പക്ഷെ ഇത് പൊളിക്കാനായിട്ട് എനിക്ക് നിമിഷ നേരങ്ങൾ മാത്രം മതി. ഇത് സുസ്മിതയാണ് സുസ്മിത എന്നിങ്ങനെ മനസ്സിൽ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് സുസ്മിത അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വരനെ വിളിക്കാനായിട്ട് തിരുമേനി പറയുമ്പോൾ ഫാമ രോഹിത്തിനെ വിളിക്കാനായിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി താനും കൂടി വാന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് രോഹിത്തിനെ വിളിക്കാനായിട്ട്. അന്നേരം അവർ പോകുന്നത് കണ്ടിട്ട് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, പോയി കൊണ്ടുവാ, അവൻ ഇവിടെ ഇരുന്ന് നാറുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കാണാമെന്ന് പറഞ്ഞ് ഒരാകെ സന്തോഷത്തിൽ സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും രോഹിത്തിനെയും കൂട്ടി വരികയാണ്. മണ്ഡപത്തിലേക്ക് കയറിയുമ്പോൾ സത്യഭാമ തൊഴുവാനായിട്ട് പറയുന്നുണ്ട്. അന്നേരം എല്ലാവരെയും തൊഴുത ശേഷം അമ്മയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പത്മാവതി അമ്മയുടെ കാല് തൊട്ട് നമസ്കരിക്കുകയാണ് രോഹിത്. അന്നേരം മനസ്സറിഞ്ഞ് പത്മാവതി അമ്മ മകനെ അനുഗ്രഹിക്കുകയാണ്. അന്നേരം രണ്ടുപേരുടെയും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അന്നേരം മോന് വേണ്ടിയാണ് എൻ്റെ ജീവിതവും ജീവനും എല്ലാം, എൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പത്മാവതി അമ്മ മനസ്സിൽ പറയുകയാണ്, അമ്മയ്ക്ക് വേണ്ടി മോൻ്റെ ജീവിതം ബലികൊടുക്കുകയാണ് എന്ന് എനിക്കറിയാം, പക്ഷേ പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കാകൂ എന്ന് മനസ്സിൽ കരുതുമ്പോൾ അത് കേട്ടതുപോലെ രോഹിതും തിരിച്ച് അതേപോലെ മനസ്സിൽ കരുതുകയാണ്, അച്ഛന് വേണ്ടി ബലിയല്ല ഇടേണ്ടത്, സുസ്മിതയുടെ കഴുത്തിൽ താലിയാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ പരസ്പരം നോക്കുമ്പോൾ പത്മാവതി അമ്മയുടെയും രോഹിതിൻ്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. തുടർന്ന് ഫാമയുടെയും സർലയുടെയും രാഘവൻ നായരുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുകയാണ് രോഹിത്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് സുസ്മിതയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് വരനിരിക്കാനായിട്ട് തിരുമേനി പറയുന്നുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്ക് കാറിൽ വരുന്ന സന്ധ്യയെ കാണിക്കുന്നുണ്ട്. സന്ധ്യയുടെ കയ്യിൽ എന്തോ കവറൊക്കെ ഉണ്ട്, അതും വെച്ച് ഇങ്ങനെ സന്ധ്യ വരുന്നത് 2-3 സീനിൽ കാണിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത് മണ്ഡപത്തിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയും ഇരിക്കുന്നുണ്ട്. ആകെ ദേഷ്യത്തിലാണ് സുസ്മിത ഇരിക്കുന്നത്. രോഹിത് ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയവും സന്ധ്യ വന്ന വിവാഹം മുടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സുസ്മിത ഇരിക്കുന്നത്. ഇവളിത് എവിടെ പോയി ആ സന്ധ്യ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കവാടത്തിലേക്കൊക്കെ അങ്ങ് പരതി നോക്കുകയാണ് സുസ്മിത, സന്ധ്യ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. തുടർന്ന് താലി എടുത്ത് കൊടുത്തിട്ട് ഇനി താലി കെട്ടാം എന്ന് പറഞ്ഞ് ആ താലി രോഹിത്തിൻ്റെ കയ്യിലേക്ക് തിരുമേനി കൊടുക്കുകയാണ്. അന്നേരം രോഹിത് അത് വാങ്ങിച്ചിട്ട് സുസ്മിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരവും സന്ധ്യ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുസ്മിത. തുടർന്ന് രോഹിത് ഇങ്ങനെ താലി കെട്ടാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് സുസ്മിത അങ്ങ് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം പിറകിൽ നിന്ന ശാലിനി തോളി പിടിച്ചങ്ങ് ഇരുത്തുകയാണ് സുസ്മിതയെ. അന്നേരം സുസ്മിത എങ്ങോട്ടാണ്, ചടങ്ങിനിടയിൽ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാം എന്നിങ്ങനെ പറയുമ്പോൾ എന്താ മോളെ എന്ന് സർല ചോദിക്കുന്നുണ്ട്. അന്നേരം തല കറങ്ങുന്ന പോലെ എന്ന് ഇങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ആൻറ്റി പേടിക്കേണ്ട, നമ്മൾ ഇത്രയും പേര് നിൽക്കുകയല്ലേ, സുസ്മിത വീണാലും ഞങ്ങൾ താങ്ങായിട്ട് നിന്നോളാം എന്ന് പറയുകയാണ്. തുടർന്ന് വെള്ളം വല്ലതും വേണമെന്ന് ഫാമ ചോദിക്കുകയാണ്. അന്നേരം ചടങ്ങ് കഴിയട്ടെ സത്യാമ്മയെന്ന് ശാലിനി അങ്ങ് പറയുകയാണ്. അന്നേരം അത് മതി എന്ന് ഫാമയും സമ്മതിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ നോക്കി അങ്ങ് നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും ഒക്കെ. സുസ്മിത രക്ഷപ്പെടാനുള്ള ഉദ്ദേശമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ഇനി താലി കെട്ടിക്കോളൂ എന്ന് വീണ്ടും തിരുമേനി പറയുകയാണ്. അന്നേരം കെട്ടല്ലേ ഇടാ കാലമാടാന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് രോഹിത് ഇങ്ങനെ താലി കെട്ടാനായിട്ട് വരുമ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് സുസ്മിത. കെട്ടല്ലേടാ, കെട്ടിയാൽ നിന്നെ ഞാൻ കൊല്ലും, ഈ ദ്രോഹി കെട്ടി എന്നൊക്കെ താലിച്ചരട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ സ്പർശിക്കുമ്പോൾ സുസ്മിത കരുതുന്നുണ്ട്. തുടർന്ന് രോഹിത് അങ്ങ് കെട്ടാനായിട്ട് വരുമ്പോഴാണ് ആ കറക്റ്റ് സമയത്ത് തന്നെ സന്ധ്യ എത്തുന്നുണ്ട്. സത്യാമ്മയെന്ന് ഉറക്കെ വന്ന് വിളിക്കുകയാണ്. ആ മണ്ഡപത്തിലേക്ക് കയറി വന്നിട്ട് സന്ധ്യ കയ്യിൽ ആ കവറുമുണ്ട്. തുടർന്ന് രോഹിത് അങ്ങ് താലി മാറ്റുന്നുണ്ട്. തുടർന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് സന്ധ്യയിലേക്ക് തിരിയുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് കണ്ണു തുറന്ന് ആശ്വസിക്കുകയാണ്. ഹോ ഭാഗ്യം, കെട്ടിയില്ല എന്നും പറഞ്ഞ് നെടുവീർപ്പെട്ട് സന്തോഷത്തിൽ സുസ്മിത ഇരിക്കുകയാണ്.
തുടർന്ന് സന്ധ്യ അങ്ങ് മണ്ഡപത്തിലേക്ക് കയറി വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. അന്നേരവും ശാലിനിയുടെ മുഖഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്തോ അവർ ചെയ്തു വച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. തുടർന്ന് മണ്ഡപത്തിലേക്ക് കയറി വന്ന് ആ സന്ധ്യ സത്യാമ്മയ്ക്ക് ഞാനും രോഹിത്തുമായിട്ടുള്ള ബന്ധത്തിന് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്, ദാ കണ്ടോളൂ എന്നും പറഞ്ഞ് ആ കവർ കൊടുക്കുകയാണ്. അന്നേരം എന്താ ഇത് എന്ന് പറഞ്ഞ് സത്യഭാമ അത് തുറന്നു നോക്കുകയാണ്. അന്നേരം മണ്ഡപത്തിലിരിക്കുന്ന സുസ്മിതയും രോഹിത്തും ഒക്കെ അങ്ങ് എഴുന്നേറ്റ് സത്യഭാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്രയും ആകുമ്പോഴേക്കും പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ശാലിനിയും വിഷ്ണുവും കൂടി സന്ധ്യയ്ക്ക് പണി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും നാളെ വിവാഹം നടക്കുമോ എന്നുള്ളതും മിക്കവാറും നടക്കാനാണ് സാധ്യത. സുസ്മിതയുടെ വിവാഹം തീർച്ചയായിട്ടും നടക്കും. അത് തന്നെയാണ് സംഭവിക്കാനും പോകുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.